ഈ ഒരു ഫ്രോക്ക് ഞാൻ 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡറിന് സ്ലോപ്പ് ഉണ്ടാവും 1/2 ഇഞ്ച്. അതേപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ആം ഹോൾ ഡെപ്ത് ഒരു 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 24 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4/1, പിന്നെ 1/2 ഇഞ്ച് ലൂസ്, അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ആം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ വരയ്ക്കുന്നത് ബാക്ക് പാറ്റേൺ ആണ്. അത് ഫാബ്രിക്കിൽ ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാറ്റേണിൽ തന്നെയാണ് ഫ്രണ്ട് പാറ്റേണിൽ വരുന്ന മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യുകയാണ്. ശരിക്കും നമ്മുടെ കഴുത്തകലം 2.5 ഇഞ്ചാണ്. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. കഴുത്തിറക്കം ശരിക്കും 3 ഇഞ്ചാണ്, പക്ഷെ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചുമാണ്. തയ്ച്ചു വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലോട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് 1/2 ഇഞ്ച് വേണം. അതേപോലെ ഷോൾഡർ അടിക്കാൻ 1 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതെല്ലാം കൂടെ ചേർത്ത് 1 ഇഞ്ച് ഞാൻ നമ്മുടെ ബേസ് ലൈനിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ നമ്മുടെ ആം റൗണ്ട് ഒന്ന് മെഷർ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ സൈഡ് അടിക്കാൻ, ആ ഒരു പോയിന്റ് വരെ മെഷർ ചെയ്തെടുക്കാവുള്ളൂ. അന്നേരം നമുക്ക് 5.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം 2 സൈഡും വരുമ്പോൾ 11 ഇഞ്ചായിരിക്കും നമുക്ക് ആം റൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അത് കറക്റ്റാണ്. അത് 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് ആണ്. അത് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 25.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് 24 ഇഞ്ചാണ് ഫ്രോക്ക് ലെങ്ത് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു എ ലൈൻ പോലെയാണ് പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പ് ലെങ്ത് അറിയണം. അപ്പം ഹിപ്പ് ലെങ്ത് ശരിക്കും നമുക്ക് 12 ഇഞ്ചാണ്. ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 12.5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ശരിക്കും 8 ഇഞ്ചാണ്. ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ആണ്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക. പിന്നെ 1/2 ഇഞ്ച് ലൂസ്, അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ഹിപ്പ് റൗണ്ടും മെഷർ ചെയ്യുക. ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക. പിന്നെ 1/2 ഇഞ്ച് ലൂസ്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ചെസ്റ്റിലെ പോയിന്റ്സും വേസ്റ്റിലെ പോയിന്റ്സും ഹിപ്പിലെ പോയിന്റ്സും എല്ലാം ഇതേപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് താഴത്തോട്ടുള്ള ഫ്ലെയർ കൊടുക്കണം. അത് നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ ഫ്ലെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഹിപ്പ് ലൈന് നേരെ തന്നെ താഴത്തോട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഇതേപോലെ സ്കെയിൽ ഇച്ചിരി ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയറിങ് കൊടുക്കാം. എത്രത്തോളം ഫ്ലെയർ കൊടുക്കാമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആകെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയറിങ് കൊടുക്കാൻ. അപ്പം ഞാൻ ഇച്ചിരി അകത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാറ്റേൺ നമ്മളിപ്പോഴത്തെ മെയിൻ പാറ്റേണിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ താഴത്തെ ഫ്ലെയറിങ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു ഫ്ലെയറിങ് കറക്റ്റ് ആ ഒരു ലൈനിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം വീതിയുള്ള പാറ്റേൺ തന്നെ എടുക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിലേറെ ഫ്ലെയർ കൊടുക്കാം. പിന്നെ താഴെ ഒരു കർവിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കഴുത്ത് മാർക്ക് ചെയ്തത് ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ ബാക്കിലെ കഴുത്താണ്. ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്ക് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യുന്നതൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ ബാക്ക് നെക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു ബ്രൊക്കേഡ് ഫാബ്രിക്കാണ്. അത് ഫുൾ കസവായിട്ടുള്ളൊരു മോഡലാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പം 2 ഷെയ്ഡിലുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഫ്രണ്ടിൽ നമുക്ക് 3 പാറ്റേൺ പീസസ് ആണ് വരുന്നത്. അപ്പം നടുക്കൊരു ഫാബ്രിക്, അപ്പുറത്തും ഇപ്പുറത്തും വേറെ കളറിലെ ഫാബ്രിക്, അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് നമുക്ക് ബാക്ക് പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ്ങിലാണ് ആദ്യം ട്രേസ് ചെയ്യുന്നത്. ലൈനിങ് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ പാറ്റേൺ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തോരം തുണി വേണമെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അതിനായിട്ട്
നമുക്ക് എത്രയാണോ ഫ്രോക്കിന്റെ ലെങ്ത് വേണ്ടത്, ഷോൾഡർ തൊട്ട് നിങ്ങൾക്ക് എവിടം വരെ ലെങ്ത് വേണം, അതിന്റെ 2 ഇരട്ടി എടുക്കുക. കാരണം ഫ്രണ്ടിനും വേണം ബാക്കിനും വേണം അല്ലേ. അപ്പൊ അതിന്റെ 2 ഇരട്ടി എടുക്കുക. എന്നിട്ട് ഇപ്പൊ സ്ലീവ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഒരു 1/2 മീറ്ററോ അല്ലെങ്കിൽ ഒരു 1/4 മീറ്ററോ ഒക്കെ എക്സ്ട്രാ എടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ഞാൻ ബ്രൊക്കേഡ് ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ പരിപാടിയെല്ലാം ബാക്കിൻ്റെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ലൈനിങ് എന്ന് പറയുന്നത് മെയിൻ ക്ലോത്തിനെക്കാട്ടിലും 1 ഇഞ്ച് കയറി നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് താഴെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഒരേ ലെവലിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും ലൈനിങ് എല്ലാം നമ്മുടെ മെയിൻ ക്ലോത്തിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കുറച്ചായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.4 ആണ് അല്ലേ. അപ്പോൾ ടേപ്പിൽ ഞാൻ അതൊന്ന് റൗണ്ട് ചെയ്ത് 2.5 ആക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വേസ്റ്റ് ലൈനിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആം ഹോൾ ഡെപ്തിൻ്റെ ആ ഒരു കോർണർ പോയിന്റ് ഉണ്ടോ, ആ കോർണർ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഞാൻ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആം റൗണ്ടിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞാണ് ഒന്ന് കേർവ് ചെയ്താണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഒരു കോർണർ പോയിന്റിലോട്ട് നമ്മൾ കേർവ് ചെയ്യുന്നത് ഇച്ചിരി ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് കേർവ് ചെയ്യാൻ ഓർത്തത്. പിന്നെ നമ്മൾ എത്രയാണോ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് അത് തന്നെ ഞാൻ ഹിപ്പ് ലൈനിൻ്റെ അങ്ങോട്ടേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ്സ് തമ്മിലൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ആം റൗണ്ടിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലൈനിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു. പിന്നെ വേസ്റ്റിൽ നിന്ന് നമ്മുടെ ഹിപ്പ് ലൈനിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം നമ്മൾ എത്രയാണോ വേസ്റ്റിനും ഹിപ്പിനും ഒക്കെ കൊടുത്തത് അത് തന്നെ ഞാൻ ഫ്രോക്കിൻ്റെ താഴെയും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് 2.5 ഇഞ്ച്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹിപ്പ് ലൈനിൻ്റെ അവിടെ നിന്ന് ആ ഒരു താഴത്തെ പോയിന്റിലോട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. അതല്ല താഴത്തോട്ട് ലൈൻ വരുന്തോറും ഇച്ചിരി വിരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ കേർവ് ചെയ്തൊന്ന് വരയ്ക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമ്മൾ ആം റൗണ്ടിൻ്റെ അവിടെ ഒരു ഡാർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ഇഞ്ച് ഡാർട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആം റൗണ്ടിൽ വരച്ചൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ 2 വശത്തോട്ടും 1/4 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു ലൈൻ നമ്മുടെ കേർവിങ് വരുന്ന ആ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആം റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഡാർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് ലൈനിൻ്റെ ആ ഭാഗത്തോട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അത് നമുക്ക് ഫാബ്രിക്കിൽ കട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ആം റൗണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർക്ക് മാത്രമാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. വലിയവർക്ക് വരുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. വലിയവർക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് ബ്രസ്റ്റ് ലൈൻ വേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 10 അല്ലേ എടുത്തത്. വലിയവർക്ക് വരുമ്പോഴത്തേക്കും അത് ബ്രസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 10 ആയിട്ടൊക്കെ വരും. അപ്പം കുഞ്ഞു പിള്ളേർക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് ബ്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. വലിയവർക്കാണെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ ആ ഭാഗത്തും ഡാർട്ടും കാര്യങ്ങളൊക്കെ വരും. കൊച്ചു പിള്ളേർക്കാകുമ്പോൾ പിന്നെ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പം വരുന്നില്ല. അപ്പം ഞാൻ ഫ്രണ്ട് ആം റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കണ്ടോ 2 പീസായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അപ്പം അതിൽ ആദ്യത്തെ ലൈനിൽ കൂടി വരുന്ന ഭാഗമാണ് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓൺ ഫോൾഡിൽ വരുന്ന പാറ്റേൺ ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 3 പീസ് വരുന്നുണ്ട്. അപ്പം നടുക്കൊരു ഫാബ്രിക് വന്നിട്ട് 2 സൈഡ് വേറൊരു ഫാബ്രിക് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അതല്ല എല്ലാം ഒറ്റ ഫാബ്രിക്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും നല്ലതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പീസിൽ നമ്മൾ 1/2 ഇഞ്ച് ഡാർട്ട് കൊടുത്തതിൽ ആ 1/2 ഇഞ്ച് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽപ്പുണ്ട്. അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിൻസസ് കട്ട് ഫ്രണ്ട് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഓൺ ഫോൾഡ് ചെയ്ത പാറ്റേൺ ആണ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺ ഫോൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, നമ്മൾ ഫാബ്രിക് ട്രേസ് ചെയ്യാൻ നേരത്ത് ഫാബ്രിക് 2ആയിട്ട് മടക്കി ഇട്ടിട്ടാണ് പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഓൺ ഫോൾഡ് എന്നൊന്ന് കാണിക്കുന്നത് കേട്ടോ.
അപ്പം അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്തു. ഞാൻ താഴെ ഒരു 1/2 ഇഞ്ചും കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. കാരണം ഈ പാറ്റേൺ എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യണ്ടേ. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് തയ്യൽ തുമ്പ് വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള സൈസിൽ നിന്ന് അത് കുറഞ്ഞു പോകും അല്ലേ. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ജോയിനിങ് വരുന്ന ഭാഗത്ത് മാത്രം ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ താഴെ ഒരു 1/2 ഇഞ്ച് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ പീസസ് എല്ലാം ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് താഴെ ലെവൽ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ നമ്മുടെ ആക്ച്വൽ സൈസിൽ നിന്ന് കുറയാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ കഴുത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്വീറ്റ് ഹാർട്ട് ഷേപ്പ് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ആ കോർണറിന് മുകളിലോട്ടും മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആ സെൻറ്റർ പാർട്ടിൽ നിന്ന് താഴത്തോട്ടും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓൺ ഫോൾഡഡ് പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ജോയിൻ ചെയ്യുന്ന പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമ്മളെ പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിൽ തന്നെ 3 പീസസ് വരുന്നുണ്ട്. അപ്പം നടുക്കൊരു ഫാബ്രിക്, അതിൻ്റെ അപ്പുറം ഇപ്പുറം മറ്റൊരു ഫാബ്രിക്, അങ്ങനെ വെച്ച് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഭംഗിയായിരിക്കും. അതല്ല എല്ലാം ഒരേപോലെ തന്നെ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ 3 പീസും സെയിം ആക്കി തന്നെയാണ് എടുത്തത്. അപ്പം അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ 2 സൈഡിലും പൈപ്പിങ്ങും കൂടെ കൊടുത്തത് കേട്ടോ. അപ്പം നമ്മളിത് ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ആം റൗണ്ടിൽ ഡാട്ട് 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ടെന്ന്. ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ആ 1/2 ഇഞ്ച് ക്ലോത്ത് അവിടെ കട്ടായി പോയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് സീമിലോട്ട് 1/2 ഇഞ്ച് അഡീഷണൽ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡാട്ട് വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ലൈൻ നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഭാഗത്തോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ അതായത് നമ്മൾ ആദ്യത്തെ പാറ്റേൺ ചെയ്തതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ചരിച്ചൊന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ ജോയിനിങ് വരുന്ന ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടാമത്തെ പാറ്റേണിലാണ് നമ്മൾ ആം റൗണ്ടിൻ്റെ 1/2 ഇഞ്ച് എക്സ്ട്രാ സൈഡ് സെയിമിലോട്ട് കൊടുക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ ജോയിനിങ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതേപോലെ തന്നെ താഴ്ഭാഗത്തും 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ആ ഒരു ഫ്രോക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 പീസാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഓൺ ഫോൾഡഡ് പാറ്റേൺ ഉണ്ടല്ലോ, അതും കൂടെ വരും. എന്നിട്ട് ആം റൗണ്ടിൻ്റെ ആ ഭാഗം തൊട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. കുഞ്ഞു പിള്ളേർക്കാകുമ്പം ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പം പ്രിൻസസ് കട്ടിൽ നമ്മൾ ബാക്ക് പാറ്റേൺ എ ലൈൻ പോലെയായിരുന്നു കട്ട് ചെയ്തത് ലൈനിങ്. അപ്പം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് പാറ്റേണിൻ്റെ ലൈനിങ്ങും എ ലൈൻ പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് പാറ്റേൺ വെച്ച് തന്നെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ആം റൗണ്ടിന് എക്സസ് ഒരു 1/2 ഇഞ്ച് കൊടുത്തായിരുന്നല്ലോ, അത് ലൈനിങ്ങിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലൈനിങ്ങിന് പ്രത്യേകിച്ച് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യുന്നില്ല, ജസ്റ്റ് എ ലൈൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഡീഷണൽ 1/2 ഇഞ്ച് നമ്മൾ സൈഡിലോട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മെയിൻ ക്ലോത്തിൽ നമ്മൾ അങ്ങനെ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ ഡാട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഡാട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് അവിടെ കുറഞ്ഞു പോകും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് എ ലൈൻ തന്നെ ഫ്രണ്ടിൽ ചെയ്തത്. ഇപ്പോൾ വലിയവർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലൈനിങ്ങും ഇതേപോലെ 3 പീസ് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്, എങ്കിലും ആ ഒരു ഷേപ്പിലൊക്കെ കിടക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ.
അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രോക്കിന് ഞാൻ സ്ലീവ് ചെയ്യുന്നത് ബലൂൺ സ്ലീവാണ്. അപ്പം ബലൂൺ സ്ലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം. അപ്പം അതിനായിട്ട് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് ഒരു എൽബോ വരെ നിൽക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ലെങ്ത്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം റൗണ്ട് മെഷർ ചെയ്യണം. അപ്പോൾ ആം റൗണ്ട് നമ്മളെപ്പോഴും ബാക്ക് പാറ്റേണിൽ നിന്നായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന 7.25 അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഞാൻ 6.25 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മുടെ സ്ലീവ് ഡെപ്ത് മാർക്ക് ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നമുക്ക് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ മതി. 3 ഇഞ്ച് ആയാലും എടുക്കാം, പക്ഷേ 2.5 ഇഞ്ചായിരിക്കും നല്ലത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കോർണറിലോട്ട് ഒരു ലൈൻ ചരിച്ചു കൊടുത്തു. അതിൽ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ലൈൻ കണ്ടോ, അവിടെ ഞാൻ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ കേർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഇഞ്ച് വിട്ടിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തുടക്കമേ അങ്ങ് കേർവ് ചെയ്ത് വരികയാണെങ്കിൽ കൂർത്തിരിക്കും. ആ ഒരു കോർണർ ഭാഗം സെൻറ്റർ പോർഷൻ കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് എടുത്തത്. എന്നിട്ട് ആ ഒരു ലൈൻ ഞാൻ മെഷർ ചെയ്തു. അപ്പം നമുക്ക് ബാക്ക് പാറ്റേൺ മെഷർ ചെയ്ത് അതേ അളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ലീവ് റൗണ്ട് വന്നിട്ട് ഞാനൊരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൂസും കൂടെ കൊടുക്കാൻ ഞാനൊരു 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഷേപ്പ് ചെയ്ത ഭാഗത്ത് ഉള്ളിലോട്ടാണ് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കാരണം എന്താ, നമ്മൾ സ്ലീവ് ആം റൗണ്ട് മെഷർ ചെയ്തത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ആയിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബേസിക് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ ബലൂൺ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിലാണ് ട്രേസ് ചെയ്യുന്നത്. കാരണം ബലൂൺ സ്ലീവിനുള്ളിൽ ഞാൻ ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ ലൈനിങ് ആയിരിക്കണം. നമ്മുടെ മെയിൻ ക്ലോത്തിലാണ് ബലൂൺ സ്ലീവിൻ്റെ പോലത്തെ പാറ്റേൺ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ലൈനിങ്ങിൽ നമ്മുടെ സാധാ സ്ലീവിൻ്റെ അളവായിരിക്കണം വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ബലൂൺ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ആം റൗണ്ട് കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സ്ലീവിന്. ഇപ്പോൾ പഫ് സ്ലീവ് ആണെങ്കിലും ഫ്രണ്ട് ആം റൗണ്ട് കുഴിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇങ്ങനെ പഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുഴപ്പം വരുന്നില്ല. അല്ലാത്ത സ്ലീവുകൾക്കൊക്കെയാണ് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനിപ്പോൾ കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ട് ആം റൗണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മെയിൻ സ്ലീവ് നമ്മുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂൺ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ ബലൂൺ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൊക്കേഡ് ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബലൂൺ സ്ലീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രൂപം ഒന്ന് ഓർത്ത് നോക്കി, ഒരു ബലൂൺ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഫ്രിൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നമ്മുടെ ലൈനിങ് സ്ലീവ് വെച്ചേക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പഫ് സ്ലീവ് ആയാലും ബലൂൺ സ്ലീവ് ആയാലും ഒക്കെ നമുക്ക് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ് ഹൈറ്റ് 3 ഇഞ്ച് നമ്മുടെ ലൈനിങ് സ്ലീവിന് മുകളിലോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് 6 ഇഞ്ച് നീക്കി വെച്ചു. അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് സ്ലീവിന് മുകളിലോട്ട് ഞാനൊരു 3 ഇഞ്ച് ക്യാപ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് സ്ലീവിൻ്റെ ഒരു കേർവിങ് വരുന്ന കണ്ടോ, ആ കേർവിങ്ങിലോട്ട് നമ്മുടെ ബലൂൺ സ്ലീവിൻ്റെ കേർവ് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗവും നമ്മൾ നമ്മുടെ ലൈനിങ് സ്ലീവിൻ്റെ ലെവലിൽ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം പ്ലേറ്റ്സ് ഇടാനായിട്ട് തുണിക്ക് വീതി കൂട്ടുന്നു അത്രത്തോളം നല്ല ഫ്രില്ലി ആയിട്ട് ആ സ്ലീവ് കിടക്കും കേട്ടോ. ഇപ്പോൾ ഷിഫോൺ പോലെയുള്ള ക്ലോത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 10 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ ലൈനിങ് അതായത് നമ്മുടെ സാധാ സ്ലീവ് വെച്ച് ട്രേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 10 ഇഞ്ച് എടുക്കാം, 12 ഇഞ്ച് എടുക്കാം. എത്രത്തോളം നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടുന്നു നമുക്ക് അത്രത്തോളം ഫ്രിൽസ് അല്ലെങ്കിൽ പ്ലീറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഈ ഒരു സ്ലീവിന് നടുക്കൊരു സെൻറ്റർ നോച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഒരു 6 ഇഞ്ച് നീക്കി വെച്ചിട്ടാണല്ലോ സ്ലീവ് ട്രേസ് ചെയ്ത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് നീക്കി വെച്ച ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആ ലൈനിൽ ഞാൻ മുകളിലും താഴെയും നോച്ചസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സ്ലീവ് നിവർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടം വരെ പ്ലീറ്റ്സ് ഇടണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നോച്ചസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അതിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.